ഇന്നൊരു ബുധനാഴ്ചയാണ്. നോമ്പൊക്കെ കഴിയാറായി, പെരുന്നാളൊക്കെ വരാൻ പോവുകയാണ്. നാട്ടിൽ പോയി കളയാം. ഞാൻ എൻ്റെ പെട്ടിയും ചട്ടിയുമൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയുമായി സ്ഥലം വിട്ടു. നോമ്പ് കാലമല്ലേ, നാട്ടിലേക്ക് അല്പം ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് കരുതി ചിക്പേട്ടിൻ്റെ അടുത്തുള്ള ഫ്രൂട്ട്സ് മാർക്കറ്റിലേക്ക് പോയി. നാട്ടിലെ അപേക്ഷിച്ച് വില അല്പം കുറവായിരിക്കും ഇവിടെ. നോക്കിയും കണ്ടും വാങ്ങിയില്ലെങ്കിൽ ഇവന്മാർ നമ്മളെ പറ്റിക്കും. ഒന്നുകിൽ വില കൂട്ടി പറയും, അല്ലെങ്കിൽ ഇവിടുത്തെ പശുവിന് തിന്നാൻ വെച്ചത് നമ്മളെ സഞ്ചിയിൽ തട്ടിത്തരും. കൂടുതലും വൃദ്ധരായ സ്ത്രീകളാണ് ഇവിടുത്തെ സെയിൽസ് ഗേൾസ്. അത്യാവശ്യം വേണ്ടുന്ന ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞാൻ യാത്ര തുടങ്ങി. ബാംഗ്ലൂർ മൈസൂർ ബൈപ്പാസ് പിന്നിട്ട് എൻ്റെ വാഹനം കുതിച്ചുകൊണ്ടേയിരുന്നു. ഈ എക്സ്പ്രസ് ഹൈവേ വന്നതിന് ശേഷം ബാംഗ്ലൂർ ടു കണ്ണൂരിലേക്കുള്ള യാത്ര വളരെ എളുപ്പമായി തോന്നാറുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിലേക്ക് എത്താൻ വെറും 1.5 മണിക്കൂർ മതി. സൂര്യൻ അസ്തമിക്കാറായി, നോമ്പ് തുറക്കാൻ സമയമായി. ഏതെങ്കിലും പള്ളി കണ്ടെത്തണം. പക്ഷെ പള്ളിയൊന്നും കിട്ടിയില്ല. അപ്പോഴേക്കും മൈസൂർ എത്തിയിരുന്നു. അവിടെയുള്ള എംപയർ ഹോട്ടലിൽ കയറി നിസ്കരിക്കാനുള്ള സൗകര്യം ചോദിച്ചു. എന്നെ കണ്ടതും ഒരു സ്റ്റാഫ് വന്ന് എനിക്ക് കുടിക്കാനുള്ള ജ്യൂസ് തന്നു. അതും കുടിച്ച് ലിഫ്റ്റിലൂടെ 2ാം നിലയിൽ കയറി നിസ്കരിച്ചു. അവിടെ നിന്നൊരു ചായയും കുടിച്ച് വീണ്ടും യാത്ര തുടർന്നു. ചുരം കയറുന്നതിന് മുന്നേ ടയറിൻ്റെ കാറ്റൊക്കെ ഒന്ന് പരിശോധിച്ച് കളയാമെന്ന് കരുതി. അത് കഴിഞ്ഞപ്പോഴാണ് ചുരത്തിൻ്റെ അടുത്തായിട്ട് പുതിയൊരു റെസ്റ്റോറൻറ്റ് തുറന്നിരിക്കുന്നത് കണ്ടത്. ഇതും കൂടി ചേർത്ത് ഇവിടെ 3 റെസ്റ്റോറൻറ്റുകളായിരിക്കുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് വിശപ്പില്ലായിരുന്നു. മാക്കൂട്ടം ചുരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇരിട്ടിയിലെത്തിച്ചേർന്നു. അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പോടെ. ഇരിട്ടിയിലെ ഉളിയിൽ എന്ന സ്ഥലത്ത് ഹൈവേ തട്ടുകട എന്ന പേരിൽ ഒരു ഹോട്ടലുണ്ട്. ഇവിടെ നല്ല എല്ലുകറിയും ചൂട് പൊറോട്ടയും ഉണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ബാംഗ്ലൂർ ടു കണ്ണൂർ യാത്രകളിൽ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ആഹാ, എന്തൊരു രുചി! മലയാളികളുടെ വികാരം. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ഞാൻ മുഴപ്പിലങ്ങാട് എത്തിച്ചേർന്നു. നല്ല ക്ഷീണമുണ്ട്. ഇനി അല്പം വിശ്രമമാവാം.